ഹലോ എവ്രി വൺ, എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും മെയിൻ ആയിട്ടുള്ള ഒരു ഫോക്കസ് ഇപ്പോൾ കാനഡയിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, അപ്പോൾ ഫാമിലിക്ക് പോകാൻ പറ്റില്ല എന്നുള്ള കുറേ ന്യൂസസിന് ശേഷം കുറച്ചും കൂടെ ഡീവിയേറ്റിംഗ് ആയിട്ട് UK വരെ എത്തിയിട്ടുണ്ട്. എസ്പെഷ്യലി കപ്പിൾസിൻ്റെ ഒരുമിച്ച് ഫാമിലി ആയിട്ട് നിൽക്കാൻ താല്പര്യമുള്ള ആൾക്കാരുടെ. അപ്പോൾ എപ്പോഴും ഡിസ്കഷനിൽ വരുന്ന ഇപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാ ഏജൻസീസും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് MRES, അതായത് മാസ്റ്റർ ഇൻ റിസർച്ച്, മാസ്റ്റർ ബൈ റിസർച്ച്, മാസ്റ്റർ ഓഫ് റിസർച്ച്, ഇങ്ങനത്തെ പല പേരുകളിലായിട്ട് നിങ്ങളിത് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ പ്രോഗ്രാമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിൽ ഒരുവിധം അതെന്താണ് ആ പ്രോഗ്രാം എന്നുള്ളതിനെ കുറിച്ചിട്ട് അവെയർ ആവാത്ത ഒരു സിറ്റുവേഷൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ദർ വർ ലോഡ് ഓഫ് എൻക്വയറീസ് ഇതിൻ്റെ ആപ്ലിക്കേഷനെ സംബന്ധിച്ചിട്ടും ഇതിൻ്റെ റിസർച്ച് പ്രപ്പോസലിനെ സംബന്ധിച്ചിട്ടും എന്താണ് അതിൻ്റെ ഒരു ഫ്യൂച്ചർ ഇൻ യു കെയിൽ ഈ പ്രോഗ്രാം എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് ഇരിക്കുമ്പോൾ കംഫർട്ടബിൾ ആയിരിക്കുമോ, ജോബിന് സ്കോപ്പ് ഉണ്ടായിരിക്കുമോ, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൽ ഒരുവിധം എനിക്കറിയുന്ന ഞാൻ കവർ ചെയ്തിട്ടുള്ള എല്ലാ ഏരിയാസും കൂടിയിട്ടുള്ള ഒരു ടോട്ടൽ അമാൽഗമേഷനാണ് ഈ വീഡിയോ. സ്കിപ്പ് അടിക്കാതെ ആദ്യം തൊട്ട് ലാസ്റ്റ് വരെ കേൾക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താണ് മാസ്റ്റർ ബൈ റിസർച്ച് അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് റിസർച്ച് അല്ലെങ്കിൽ മാസ്റ്റർ ഇൻ റിസർച്ച്, ഇങ്ങനെ പല പേരുകളിലായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഫസ്റ്റ് നമ്മൾ ഏതൊരു കൺട്രിക്ക് പോവുകയാണെങ്കിലും നമ്മൾ എടുക്കാൻ പോകുന്ന കോഴ്സ് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അതായത് പേര് പോലെ തന്നെ ഡെഫിനറ്റ്ലി മാസ്റ്റേഴ്സ് ആണ്. ഇതിനെ കാണുന്നത് പക്ഷേ PhDയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് പോലെ ഒരു ടൈലേർഡ് പ്രോഗ്രാം എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പം നമുക്ക് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് എന്താ, നമ്മളതിനെ ഒരു റിസർച്ച് സ്റ്റുഡൻ്റ് ആവുന്ന തരത്തിൽ പാകപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമാണ് മാസ്റ്റർ ഇൻ MRES എന്ന് പറയുന്നത്. നമ്മളൊരു റിസർച്ച് സ്റ്റുഡൻ്റ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു PhD സ്റ്റുഡൻറ്റ് എവ്രിവെയർ, അതായത് ഏത് സ്ഥലത്താണെങ്കിലും PhD സ്റ്റുഡൻറ്റിൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, അവർക്ക് കൃത്യമായിട്ട് 10 മണിക്ക് ക്ലാസ് പോവുക, ഈ ടൈം കഴിഞ്ഞാൽ ഈ ടൈമിൽ അടുത്ത സാറാണ് വരിക, ഈ ക്ലാസ് ഇന്ന ആളുടെ ആയിരിക്കും എന്നുള്ള രീതിയിൽ സ്കെഡ്യൂളായിരിക്കില്ല. അവർ ചെയ്യുന്ന വർക്ക് അവർ കണ്ടിന്യൂസ്ലി അവർ തന്നെ ഓർഗനൈസ് ചെയ്ത് ഒരു റുട്ടീനിൽ ഒരു പേപ്പർ സബ്മിഷൻ ഡെഡ് ലൈൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ലെക്ചറുകൾ ഉണ്ടായിരിക്കും, അവർക്ക് പ്രസൻറ്റേഷൻസ് കൊടുക്കേണ്ട ആവശ്യം വരും, അവർ അസസ്മെൻറ്റിന് ഇരിക്കേണ്ട ആവശ്യം വരും. ഒരു നോർമൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും ഒരു PhD സ്റ്റുഡൻറ്റിൻ്റെ ലൈഫ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. PhDയുടെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറയുമ്പോൾ നമ്മളെ നെക്സ്റ്റ് ലെവൽ, ഇതിൻ്റെ നെക്സ്റ്റ് ലെവൽ എന്താണ്, PhD ആണ്. ആ PhDയിലേക്ക് പാകപ്പെടുത്തുന്ന പ്രോഗ്രാമാണ് ആക്ച്വലി MRES. അപ്പോൾ ജസ്റ്റ് ലൈക്ക് ദ ലൈഫ് അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് ഓഫ് എ PhD സ്റ്റുഡൻറ്റിനെ ആയിരിക്കും MRES ചെയ്യുന്ന സമയത്തും നിങ്ങളുടെ ലൈഫ്. അതായത് നിങ്ങൾക്കൊരു പ്രത്യേക ട്യൂട്ടർ ഉണ്ടാവണമെന്നില്ല, നിങ്ങൾക്ക് ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെയാണ് ക്ലാസ്സസ് എന്നുള്ളൊരു ഓർഗനൈസ്ഡ് സിസ്റ്റത്തിൽ നിങ്ങൾ പെടണമെന്നില്ല. അതിന് പകരം നിങ്ങൾ കണ്ടിന്യൂസ്ലി അസൈൻമെൻറ്റ്സ് പിക്ക് ചെയ്തിട്ടും പേപ്പർ പ്രസൻറ്റേഷൻസ് ചെയ്തിട്ടും സ്വയം അസസ് ചെയ്ത് ആ അസസ്മെൻറ്റ് വഴിയായിരിക്കും നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീഷനിലേക്ക് പോവുക. അതായത് ആ ഒരു കോഴ്സിൻ്റെ നേച്ചർ അതാണ്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ കേപ്പബിലിറ്റീസ് എന്തായാലും നമുക്കറിയാലോ. ഒരിക്കലും ഞാൻ ഈ കോഴ്സ് ആരോട് എടുക്കരുത് എന്ന് പറയുകയില്ല, കാരണം നമുക്ക് ഒബ്വിയസ്ലി പാർട്ട്ണറിനെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. പാർട്ട്ണറിനാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും UK ഫുൾ വർക്ക് റൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള റൈറ്റും കൂടെ നമുക്ക് തരുന്നൊരു പ്രോഗ്രാമാണ്. കുറച്ച് സൂപ്പർ പവേർഡ് പ്രോഗ്രാമാണ് ആക്ച്വലി UK ഇപ്പോൾ മാസ്റ്റർ ഇൻ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കേസ് എന്താ വെച്ചാൽ, നമ്മൾ ഇതാണ് പാറ്റേൺ എന്ന് മനസ്സിലാക്കി വെക്കുക. ഈ പ്രോഗ്രാം ഇങ്ങനെയാണ്. നമ്മൾ PhDക്ക് ടൈലർ ചെയ്യുന്ന പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ അതിലേക്ക് പ്രിപ്പയർ ചെയ്യിക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് അസൈൻമെൻറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി വേണം, അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യും കൂടെ വേണം നമ്മൾ. അപ്പോൾ ഈ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു ജസ്റ്റ് ലൈക്ക് ദ ഡേ ഓഫ് എ വ്ളോഗർ, ഡേ ഇൻ മൈ ലൈഫ് ഓഫ് എ MRES സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന സമയത്ത് അസസ്മെൻ്റ് എടുക്കുന്നതും പ്രസൻറ്റേഷൻസ് കൊടുക്കുന്നതും അസൈൻമെൻറ്റ്സ് ചെയ്യുന്നതും ഒക്കെ തന്നെ ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുക. നിങ്ങൾക്കൊരു സ്പെഷ്യൽ ട്യൂട്ടർ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതാണ് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ നെക്സ്റ്റ് കാര്യം, MRES എന്നുള്ള കാറ്റഗറി തന്നെ ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. നിങ്ങളുടെ ഫീൽഡിനനുസരിച്ചുള്ള സ്പെഷ്യലൈസേഷൻ നിങ്ങൾ ചൂസ് ചെയ്യാൻ മാക്സിമം നോക്കുക. ബിസിനസ് ഉണ്ട്, എൻജിനീയറിംഗ് കൈൻഡ് ഉണ്ട്, ഫുഡ് ആൻഡ് മാനുഫാക്ചറിങ് കൈൻഡ്സ് ഓഫ് തിങ്സ് ഉണ്ട്, ഫാർമസ്യൂട്ടിക്കൽ സ്റ്റഡീസിൻ്റെ ഉണ്ട്, മെഡിക്കൽ ഹെൽത്ത്, അങ്ങനെ നമുക്ക് ഡീവിയേഷൻസ് ഒരുപാട് അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻസ് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ സ്ഥലത്താണ് അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ എത്തുമ്പോഴാണ് നിങ്ങൾ ശരിക്കും ബുദ്ധി ഉപയോഗിക്കേണ്ടത്. നമ്മൾ എടുക്കാൻ പോകുന്ന ഈ സ്പെഷ്യലൈസേഷൻ UK സ്കോപ്പ് ഉള്ളതാണോ, അതായത് എന്താണ് അതിൻ്റെ ജോബ് മാർക്കറ്റ്, അതുപോലെ തന്നെ അത് പഠിക്കാൻ നമുക്ക് ഈസി ആയിരിക്കുമോ
ഇങ്ങനെയൊക്കെയാണ്, എൻ്റെ ഒരു ഏരിയ ആണോ, എനിക്ക് എക്സ്പെർട്ടീസ് ഉള്ള ഒരു ഏരിയ ആണോ, എനിക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുമോ, ഈ കാര്യങ്ങൾ ചിന്തിക്കേണ്ട ഒരു ഏരിയ ആണിത്. അപ്പം നമ്പർ ഓഫ് സ്പെഷ്യലൈസേഷൻസ് യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് പിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ആക്ച്വലി ഉണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഒന്ന് നല്ല രീതിക്ക് ചിന്തിച്ചിട്ട് നിങ്ങൾ പിക്ക് ചെയ്യുക, ഏതാണ് നിങ്ങളുടെ ഒരു ഏരിയ, നിങ്ങൾക്ക് ഏതിനാണ് ബ്രില്യൻ്റ് ആവാൻ വേണ്ടി പറ്റുക, എന്താണ് എത്രത്തോളം സ്പെഷ്യലൈസേഷൻസ് നിങ്ങളുടെ ഈ ഒരു ഏരിയ ഓഫ് സ്റ്റഡിയിൽ നിന്ന് നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു കാര്യങ്ങളിലും അതുപോലെ തന്നെ നല്ല ഫോക്കസ് കൊടുക്കുക. MRESൻ്റെ സക്സസ് ഇരിക്കുന്നത് എപ്പോഴും നിങ്ങൾ ചൂസ് ചെയ്യുന്ന സ്പെഷ്യലൈസേഷൻ്റെ മുകളിലാണ്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് കേസ് വരുന്നത് എന്താ വെച്ചാൽ 60% തൊട്ട് 70% ഇടയ്ക്ക് വരുന്ന ആളുകൾക്ക് ഇതിന് എലിജിബിൾ ആണ്, അപ്ലൈ ചെയ്യാൻ വേണ്ടി എലിജിബിൾ ആണ്. വിച്ച് മീൻസ് 60% ഉള്ള ആളുകൾക്കാണെങ്കിൽ പോലും യൂണിവേഴ്സിറ്റീസ് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 70% ആകുമ്പോഴേക്കും എന്താണ്, അവിടെ ഓപ്ഷൻസ് കൂടും. നമുക്കുള്ള എടുക്കാൻ ചൂസ് ചെയ്യാനുള്ള സ്പെഷ്യലൈസേഷൻസിനും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസിനൊക്കെ ഡെഫിനറ്റ്ലി ഓപ്ഷൻസ് കൂടും. അതാണ് നെക്സ്റ്റ് ഒരു എലിജിബിലിറ്റി പറയുന്നത്, 60 to 70% എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ലാംഗ്വേജ് എലിജിബിലിറ്റി ഉണ്ടായിരിക്കും. നമുക്കതിൻ്റെ സ്കോർ ഡിപ്പെൻഡിങ് ആയിരിക്കും, ഓരോ യൂണിവേഴ്സിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഫാക്ടർ ആയിരിക്കും. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് 60 to 70% ആണ് എലിജിബിലിറ്റി. അറ്റ് ദ സെയിം ടൈം നമ്മൾ 70% ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്കുള്ള ഓപ്ഷൻസും കൂടും, അയാൾക്കുള്ള അതുപോലെ തന്നെ ഡീവിയേഷൻസും കൂടും, അയാൾക്ക് ചൂസ് ചെയ്യാൻ കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിരിക്കും. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ പാർട്ട്ണറിനെ കൊണ്ടുപോകാം. പാർട്ട്ണറിനെ കൊണ്ടുപോകാനുള്ള ഒരു പ്രിവിലേജ് ഉള്ള പ്രോഗ്രാമാണ്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇപ്പം UK ബാക്കി എല്ലാത്തിനും റെസ്ട്രിക്ഷൻസ് വന്ന സ്ഥിതിക്ക് ഇപ്പം പാർട്ട്ണറിനെ കൊണ്ടുപോകാൻ നമുക്ക് റൈറ്റുള്ള ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞു നിൽക്കുന്നത് MRES തന്നെയാണ്. പിന്നെ അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതൊരു സ്പെഷ്യൽ മെൻഷൻ ഉള്ളൊരു കാര്യമാണ്. ലൈക്ക് നമ്മളിപ്പോൾ അവിടെ എത്തി, നമുക്ക് എല്ലാവർക്കും ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത്, MRESന് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഫാക്ടർ ഉണ്ട്. ഏത് യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ എടുക്കുന്നത്, അതിൻ്റെ ലൊക്കേഷൻ എങ്ങനെയാണ്, പാർട്ട് ടൈം ജോബ് അത്യാവശ്യമുള്ളൊരു ലൊക്കേഷൻ ആണോ, അത് നമ്മുടെ ഒരു പ്രൈമറി കൺസേൺ ആയിട്ട് തന്നെ നമ്മൾ എടുക്കാം. ഇനി അഥവാ അങ്ങനെ പാർട്ട് ടൈം ജോബ് ഉള്ള ഒരു ലൊക്കേഷനാണ്, ഒരു വൈഫും ഹസ്ബൻഡും MRES എടുത്തിട്ട് അവിടെ എത്തി, വൈഫ് സ്റ്റുഡൻ്റ് ആണ്, ഹസ്ബൻഡ് കൂടെ പോയ ആളാണ്, അല്ലെങ്കിൽ വൈസ് വേഴ്സ, എങ്ങനെയോ ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മുടെ ഫുൾ ഫോക്കസ്, ഈ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള വൈഫിൻ്റെ ഫുൾ ഫോക്കസ് എവിടെ ഇരിക്കണം, ഒരു ജോബ് കിട്ടുകയാണെങ്കിൽ ആ ജോബ് കഴിയുന്നതും നിങ്ങളുടെ തന്നെ ഫീൽഡിലാവാൻ വേണ്ടി നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ MRES ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഇങ്ങനെ വിചാരിക്കുക, അല്ലെങ്കിൽ ലീഡർഷിപ്പ്, ബിസിനസ് മാനേജ്മെൻറ്റ്, ആ ഒരു രീതിക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു പാർട്ട് ടൈം ചൂസ് ചെയ്യണ സമയത്ത് അത് കുറച്ചും കൂടെ ബിസിനസ് ടൈലേർഡ് ആയിട്ടുള്ളൊരു പാർട്ട് ടൈം ആണെന്നുണ്ടെങ്കിൽ ഗോയിങ് ഫോർവേഡ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ജോബ് കിട്ടാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അതായത് ഒരാളവിടെ വന്നു, UK സ്റ്റുഡൻ്റായിട്ട് വന്നു, MRES ഈ ഒരു പ്രോഗ്രാമിൻ്റെ എടുത്തു, ആ പ്രോഗ്രാമുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വർക്ക് എക്സ്പീരിയൻസ് ആണ് അയാളുടെ പ്രൊഫൈലിൽ ആദ്യം തൊട്ടുള്ളത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര നല്ലൊരു ഫാക്ടർ ആയിരിക്കും. കാരണം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹയറിങ്ങിൻ്റെ സമയത്തും സ്പോൺസർഷിപ്പിൻ്റെ സമയത്തൊക്കെ അപ്പർ ഹാൻഡ് കിട്ടും. അതൊരു കാര്യം. പിന്നെ നെക്സ്റ്റ് വേറൊരു പോസിബിലിറ്റി, ഇപ്പോൾ കുറച്ച് മെച്യൂർ ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് ഡെഫിനറ്റ്ലി ഈ ഒരു പ്രോഗ്രാം കൊണ്ട് UK ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തിങ് നമുക്കിപ്പോൾ അഥവാ നമ്മളുടെ എല്ലാ ട്രാക്കും കറക്റ്റാണെന്ന് വിചാരിക്കുക. അപ്പോൾ നാട്ടിൽ നിന്ന് MRES എടുക്കുന്നു, അത് ബിസിനസ്സിലാണ്, കോഴ്സ് എടുക്കുന്ന കോഴ്സ് ബിസിനസ്സിനാണ്, ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് BBA ആണ്, ഇയാൾക്ക് 2-3 വർഷത്തെ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് പോലത്തെ വർക്ക് എക്സ്പീരിയൻസ് ഓൾറെഡി നാട്ടിലുണ്ടെന്ന് വിചാരിക്കുക. അത് ഹൈഡ് ചെയ്യാതെ തന്നെ വരാൻ വേണ്ടി നോക്കുക. അങ്ങനെയാണെങ്കിലും നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ പൊട്ടൻഷ്യൽ കൂടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ലീനിയർ ആയിട്ട് അതേ ഫീൽഡിൽ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്ന് പറയുമ്പോൾ പോരാത്തതിന് MRES കുറച്ച് മെച്യൂർഡ് ആയിട്ടുള്ള ആളുകളെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെയും ഈ പറയണ പോലെ ലൈഫ് കുറച്ചും കൂടെ സ്മൂത്ത് ആവും, അല്ലെങ്കിൽ നമുക്ക് ജോബ് കിട്ടാനുള്ള ട്രാക്ക് കുറച്ചും കൂടെ സ്മൂത്ത് ആവാനുള്ള ചാൻസ് ഉണ്ട്. കൂടെ പോകുന്ന സ്പൗസ് ആണെങ്കിൽ തന്നെയും സ്പൗസിൻ്റെ ഒരു സബ്ജക്റ്റും സ്റ്റുഡൻറ്റിൻ്റെ സബ്ജക്റ്റും തമ്മിൽ എന്തായാലും ബന്ധമില്ല. മറ്റാൾക്ക് എന്തായാലും അയാളുടെ ലിബർട്ടിക്ക് അനുസരിച്ച് അയാളുടെ പ്രൊഫൈലിനനുസരിച്ച് വർക്ക് ചെയ്യാം. ഞാൻ എപ്പോഴും ലൊക്കേഷൻ കുറച്ച് നല്ല സീരിയസ് ആയിട്ട് നോക്കണം എന്ന് പറയാനുള്ളൊരു കാര്യം സ്പൗസും കൂടെ ഉള്ളതുകൊണ്ടാണ്. വേറെ ഒന്നുമല്ല, സ്പൗസിനും കൂടെ പ്രിവിലേജ് ഉള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റുഡൻറ്റ് ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതാണ്, സ്പൗസ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സോഫ്റ്റ്വെയർ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യണ യൂണിവേഴ്സിറ്റിയുടെ ഏതെങ്കിലും ഒരു പ്രെമിസസിൽ സ്പൗസ് ഒട്ടും ഒറ്റപ്പെട്ട് പോവാതെ അയാൾക്കും കൂടെ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ എന്നുള്ളത്, ചെറുതായിട്ടെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക.
അതാണ് നെക്സ്റ്റ് MREs എടുക്കുന്ന കപ്പിളായിട്ട് പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഫാക്ടർ. ഡെഫിനറ്റ്ലി MREസിൻ്റെ ഹൈലൈറ്റും സൂപ്പർ പവർ എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന പോലെ കപ്പിളിന് പോവാം, ഹസ്ബൻഡ് ആൻഡ് വൈഫിന് പോവാം, ആൻഡ് ഈ സ്റ്റേ ബാക്ക് 2 വർഷം കിട്ടും. ഇപ്പോൾ 1 ഡ്യൂറേഷൻ്റെ, അതായത് 1 ഇയർ ഡ്യൂറേഷൻ്റെ പ്രോഗ്രാം ഉണ്ട്, 2 ഇയർ ഡ്യൂറേഷൻ്റെ പ്രോഗ്രാം ഉണ്ട്. അത് ഏതെടുക്കുകയാണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് എന്താണ് 2 വർഷത്തെ സ്റ്റേ ബാക്ക് കിട്ടും. ആ 2 വർഷത്തെ സ്റ്റേ ബാക്ക് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ തന്നെ ഒരു നല്ല ജോബിൽ എത്തിപ്പെടാൻ പറ്റണം. അങ്ങനെ പറ്റിയവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈം പീരീഡ് നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നെക്സ്റ്റ് ഒരു ശ്രദ്ധിക്കേണ്ട ഫാക്ടർ വിച്ച് ഐ ഫെൽറ്റ് ഇസ് അതായിരിക്കും നിങ്ങളെ കുഴപ്പിക്കുന്ന ഒരു ഏരിയ എന്ന് തോന്നുന്നു. കാരണം നമ്മൾ കോഴ്സ് ചൂസ് ചെയ്യുന്നത് ഭയങ്കര ശ്രദ്ധിച്ച് വരണം എന്ന് പറയുന്നതിൻ്റെ നെക്സ്റ്റ് ഒരു ഹേർഡിൽ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ, നമ്മൾ പലരും ഇവിടെ നിന്ന് എടുത്തു പോകുന്ന കോഴ്സ് അവിടെ എത്തിയിട്ട് നമുക്ക് ഓക്കെ അല്ലാതെ ഇൻ്റർനാഷണൽ ഡെസ്കിനെ വെച്ച് രണ്ടാമത് വേറൊരു കോഴ്സിലേക്ക് മാറുന്നവരും അങ്ങനെ കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്, വിച്ച് ഇസ് ആക്ച്വലി ബിക്കമിങ് വെരി കോമൺ ആൻഡ് നാച്ചുറൽ. കാരണം നമ്മൾ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് ആ കോഴ്സിനെ കുറിച്ച് ഒന്നും അറിയില്ല. അവിടെ എത്തിക്കഴിഞ്ഞിട്ടായിരിക്കും 1 or 2 ലെക്ചേഴ്സിലോ അല്ലെങ്കിൽ ഓറിയൻറ്റേഷനിലായിരിക്കും ദിസ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ MRESന് അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് നമുക്ക് ഇവിടെ നിന്ന് എടുക്കുന്നത് സൂക്ഷിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് എനിക്ക് വേറൊരു കോഴ്സിലേക്ക് മാറണം എന്ന് പറയുമ്പോൾ അത്രയും ഈസി ആയിട്ട് നമുക്ക് മാറാൻ വേണ്ടി പറ്റില്ല. അത് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. കാരണം വേറൊന്നുമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സൂപ്പർ പവേഴ്സ് നമുക്ക് തരുന്ന അല്ലെങ്കിൽ കുറച്ച് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് അല്ലേ. അപ്പോൾ ആ കോഴ്സിന് ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കോംപ്ലിക്കേഷൻസ് കൂടും. ലൈക്ക് വെൻ യു ടെൽ ഈ ഒരു കോഴ്സ് എനിക്ക് പറ്റുന്നില്ല, ഓക്കെ അല്ല, ഡിഫിക്കൽട്ടാണ്, എനിക്ക് അടുത്തതിലേക്ക് മാറണം എന്ന് പറയുമ്പോൾ ആസ് ഈസി ആസ് പോസിബിൾ നടക്കുന്നൊരു കാര്യമാവണമെന്നില്ല. ആൻഡ് ഐ ബെറ്റർ സജസ്റ്റ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്താതെ നിങ്ങൾ തന്നെ നല്ല സ്ട്രോങ് ആയി അവനവൻ്റെ കേപ്പബിലിറ്റീസും കൂടെ അസസ് ചെയ്ത് ഏതാണ് നിങ്ങൾക്ക് പഠിക്കാൻ ഓക്കെ ആയിരിക്കുക എന്ന് നോക്കിയിട്ട് എടുത്തിട്ട് പോവുക. അപ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം കോഴ്സിനെ കുറിച്ച് നല്ല പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക, എലിജിബിലിറ്റി മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞ പോലെ 1 ഇയർ ഡ്യൂറേഷനുള്ള കോഴ്സസ് ഉണ്ട്, 2 ഇയർ ഡ്യൂറേഷനുള്ള കോഴ്സസ് ഉണ്ട്. ഇത് 2 എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേ ബാക്ക് 2 വർഷമാണ് അലോങ് വിത്ത് യുവർ പാർട്ട്ണർ അല്ലെങ്കിൽ യുവർ ഡിപ്പെൻഡൻറ്റ് യുവർ ഹസ്ബൻഡ്. അപ്പോൾ ഇത്രയും പ്രിവിലേജസ് ഉള്ള ഒരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ നേച്ചർ മനസ്സിലാക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കാനഡയുടെ കുറച്ച് ഇഷ്യൂസ് വന്നതുകൊണ്ട് തന്നെ ആൾക്കാരുടെ കുറേ ഫോക്കസ് MRESക്ക് പോയിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം MRES എന്താണ്, MRESൻ്റെ ഒരു നേച്ചർ എന്താണ്, എന്തൊക്കെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പാർട്ട് ടൈമിൻ്റെ കേസിൽ എടുക്കേണ്ട കാര്യങ്ങൾ, അതിനെക്കുറിച്ചിട്ടൊക്കെ ആൾക്കാർ ഭയങ്കര അൺഅവെയർ ആണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് ലാസ്റ്റ് വരെ കാണാൻ വേണ്ടി മാക്സിമം നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലിടാം, ഓർ എൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ മെയിലും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. ഇത് ഡ്രോപ്പ് എ മെയിൽ അല്ലെങ്കിൽ ഫോൺ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ആൻഡ് ഇതിലെ ഒരു മേജറായിട്ടുള്ള കാര്യം MRESനെ കുറിച്ചിട്ട് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യവുമില്ല. ഇഫ് യു ബിലീവ് ലൈക്ക് യു ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ് ഇറ്റ്, ഡു ഇറ്റ്. പിന്നെ അത് മാത്രമല്ല, ഫാമിലിയായിട്ട് പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, MRES എടുക്കണമെന്ന് ഷുവറായിട്ട് വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ സമയത്ത് കിട്ടുന്ന കുറച്ചൊരു ടൈം ഉണ്ടാവുമല്ലോ, ആ ടൈം ഇങ്ങനെ അസൈൻമെൻറ്റ്സ് എങ്ങനെയൊക്കെ വർക്കൗട്ട് ചെയ്യുന്നത്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കൂട്ടാൻ എന്ത് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ, കുറച്ച് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് എന്ന് ഞാൻ പറയില്ല, try to practice and increase your confidence level, your communication level and everything. കാരണം അത് ഭയങ്കര കീ ഫാക്ടറാണ്, നിങ്ങളെ വേറൊരു കൺട്രിയിൽ പിടിച്ചു നിർത്താൻ പറ്റുന്ന കീ ഫാക്ടറാണ്. ആൻഡ് എസ്പെഷ്യലി MRESന് അസസ്മെൻറ്റും പ്രസൻറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കോഴ്സ് ആയതുകൊണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഈ കഴിവുകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോളിഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ. And that's all for today. I hope everyone understood the content of the video. Thank you for listening.